ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടന്നു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂർ വെച്ച് നടന്നു. കാരണം അവർക്ക് യാതൊരു ടോപ്പിക്കും ഇല്ലായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. എന്തിനെപ്പറ്റി പറയാൻ? ഗ്ലോബലായിട്ട് എവിടെയാണ് ഈ കമ്മ്യൂണിസം രക്ഷപ്പെട്ടത്? അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഫാസിസം എന്ന് പറഞ്ഞു, ഇപ്രാവശ്യം അതും പറയാനില്ല. കാരണം പ്രകാശ് കാരാട്ട് പറഞ്ഞു കഴിഞ്ഞ് BJP ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ് അല്ല, പിന്നെ അതിനെപ്പറ്റിയും പറയാനില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് KV തോമസിനെ കോൺഗ്രസ് പാർട്ടി അവിടെ പങ്കെടുത്തു. അതുമാത്രമാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ഹൈലൈറ്റ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ്. ബാക്കിയൊന്നുമില്ല. ഇപ്രാവശ്യം അതിനൊരു പൂഴിക്കടകൻ, അതായത് 18ാമത്തെ അടവെടുത്തു. ഗാസ പാലസ്തീൻകാർക്ക് സപ്പോർട്ട്. ഇപ്രാവശ്യം ഞാൻ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞതാണ്, പല ആൾക്കാർ റിപ്പോർട്ട് ചെയ്തു. അതായത് മധുര പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പാർട്ടിക്കാരെ ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ടുപോകുന്ന ഇത്ര രൂപ വെച്ച്. കാരണം ഈ പുല്ല് പാർട്ടിയെ പറ്റി ഇപ്പൊ ആൾക്കാർക്ക് ഡിജിറ്റൽ ലോകത്ത് ശരിക്കും മനസ്സിലായി. ഇത് ഞാനൊരു കാര്യം പറയാം. ബംഗാളിൽ ഈ പാർട്ടിയുടെ സ്ഥിതിയെ പറ്റി പറയാം. ഇത് കേൾക്കുന്ന സഖാക്കൾ കേൾക്കണം. ഞാനിത് ബംഗാളിലെ പാർട്ടിയെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കൂടെ 2 CPM-ന്റെ പാർട്ടി മെമ്പേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു നാരദയിൽ. അവരെ കൂടെ കൊണ്ടുപോയത് കാണിച്ചു കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ CPM-ന്റെ ചില മുതിർന്ന സഖാക്കളെക്കാൾ എനിക്ക് ബംഗാൾ അറിയാം. കാരണം നാരദ കേസുമായിട്ട് പോകുന്നു പല ബംഗാളികളുമായിട്ട് ഈ CPM-ന്റെ പല പാർട്ടി സഖാക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പരിതാപകരമായ സ്ഥിതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ സ്റ്റേറ്റ് പാർട്ടി ഓഫീസ് അതുപോലും പെയിന്റ് അടിക്കാൻ പണമില്ലാത്ത പാർട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എത്ര വർഷം ബംഗാളിൽ ഭരിച്ചതാണ്. ഇനി മറ്റൊരു കാര്യം പറയാം, കേരളത്തിലെ സഖാക്കൾ കേൾക്കണം ഞാൻ ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട പോയിന്റ്. ഞാനൊരു 50ഓളം തെളിവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരാം. അതായത് നോർത്ത് ബംഗാൾ എന്ന് പറയുന്നത് ജൽപായ്ഗുഡി, സിലിഗുഡി ആ പറയുന്ന സ്ഥലമാണ്. എയർപോർട്ടും ബാഗ്ഡോഗ്ര. അപ്പോൾ അതാണ് ബേസിക്കലി നോർത്ത് ഈസ്റ്റിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് സിലിഗുഡിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം അവിടെ ഒരു സമയത്ത് പാർട്ടി കോട്ടകളായിരുന്നു ഈ പറയുന്നത്. കാരണം നക്സലിസം തുടങ്ങിയത് ആ സിലിഗുഡിയിൽ നിന്ന് അപ്പുറത്ത് പറയുന്നത് നക്സൽ ബാരി എന്നുള്ള സ്ഥലത്താണ്. അതായത് പാർട്ടി കോട്ടയാണ് ബേസിക്കലി ആ സ്ഥലം എന്ന് പറയുന്നത്. കൂടുതൽ ആ ഭാഗത്ത് ഈ ട്രൈബലും ബാക്ക്വേർഡ് ക്ലാസും കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത്. ഏകദേശം 8ഓളം ഡിസ്ട്രിക്റ്റിലുണ്ട് ആ ബെൽറ്റുമായിട്ട് ചേർന്ന്. അപ്പൊ അവിടെ അതിശക്തമായിരുന്ന CPM, അതിനുശേഷം മമതാ ബാനർജി വരുന്നു, പിന്നീട് അവിടെ BJP കയറി വരുന്നു. മമതാ ബാനർജി വന്ന് അവിടെ CPM-ന്റെ ഓഫീസുകൾ വരെ, അതായത് വലിയ ഓഫീസൊക്കെ ഉള്ള പാർട്ടിയായിരുന്നു CPM, അതിൻ്റെ ഓഫീസുകൾ വരെ TMC മേടിച്ചു, പിടിച്ചെടുത്തു. ഈ CPM-ന്റെ ഗുണ്ടകൾ തന്നെയാണ് ഈ TMCയുടെ ആൾക്കാർ. അത് ആദ്യം അങ്ങ് തലയ്ക്കകത്ത് ഇടുക. ഇതങ്ങ് എടുത്തു, അവിടുന്ന് CPM-നെ ആട്ടി ഓടിച്ചു. ഞാൻ ഈ പറയുന്ന നോർത്ത് ബംഗാളിലെ ഒരു സമയത്തെ പാർട്ടി കോട്ട, അവിടെ CPM-ന്റെ കാൻഡിഡേറ്റ് എതിർത്ത് നിൽക്കുന്നവർക്ക് പോലും പല അസംബ്ലി ഇലക്ഷനിൽ ചരിത്രമുണ്ട്. അവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. പല പഞ്ചായത്തുകളിലും ആ ജില്ലയിലെ പല ആ ഭാഗത്തെ കോർപ്പറേഷൻ, അവിടെ പോലും CPM എന്ന് പറഞ്ഞ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസോ മറ്റാർക്കും കഴിയത്തില്ല. അത്ര കോട്ടയായിരുന്നു. TMC മുഴുവനും പിടിച്ചെടുത്ത് ഇവന്മാരെ ഓടിച്ചു. ഒരു കാര്യം പറയാം, നിങ്ങൾ ജൽപായ്ഗുഡി ഡിസ്ട്രിക്ട് ആ ഭാഗത്തോടെ റീജിയനിൽ കൂടി 8ഓളം ജില്ല പല ഭാഗത്തും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു CPM-ന്റെ കൊടി കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ കൃത്യമായ തെളിവ് വെച്ചാ പറയുന്നത്. അവസാനം അവിടെ BJP വരുന്നു. TMC BJP ആണ് ഈ ഭാഗത്ത് ഏറ്റവും പവർഫുൾ പാർട്ടി. എന്നിട്ട് അവരാണ്, BJP ആണ് ഈ CPM-ന്റെ പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചു കൊടുത്തത് CPM-ന് TMCയുടെ കയ്യിൽ നിന്ന്. എത്ര കേരളത്തിലെ സഖാക്കൾക്കറിയാം? ബംഗാളിൽ
CPM പാർട്ടി കേഡേഴ്സുണ്ട്. കുറഞ്ഞു വളരെ കുറച്ചുള്ളൂ. ഇവരൊക്കെ ഇവിടെ ദേശാഭിമാനി വരുന്ന ഗണശക്തി വരുത്തുന്നവരാണ്. ഗണശക്തി പറഞ്ഞാൽ CPM മൗത്ത് പീസാണ്, പാർട്ടി പത്രമാണ്. ഈ പാർട്ടി പത്രം വരുത്തുന്നവരോട് കഴിഞ്ഞ എൻ്റെ അങ്ങേ പാർലമെന്റ് ഇലക്ഷനിൽ പാർട്ടിക്കാർ പറഞ്ഞു BJP വോട്ട് ചെയ്യാൻ. കാരണം ഈ പറയുന്ന പാർട്ടി ഓഫീസുകളെല്ലാം BJP ആണ് പിടിച്ചു കൊടുത്തത്. അത്ര മോശമായിപ്പോയി. അത് BJP ഇല്ലാതെ CPM എന്ന് പറഞ്ഞ പാർട്ടി ഓഫീസ് ഇല്ലാത്ത സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിൽ 8ഓളം ജില്ലകൾ. ഞാൻ തെളിവ് പറഞ്ഞു, ഇഷ്ടംപോലെ തെളിവുണ്ടല്ലോ എൻ്റെ കയ്യിലുണ്ട്. അത്രമാത്രം അതമ്പതിച്ച് നാശമായിപ്പോയി പാർട്ടി. ചിലയിടത്തൊന്നും പാർട്ടിക്കാരനാന്നും പറഞ്ഞ് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവിടൊക്കെ ഭയങ്കര തൊഴിൽ മേഖലയാണ്. കാരണം തേയില, ടീ എസ്റ്റേറ്റ്, കാരണം കർഷക തൊഴിലാളി, കാരണം ശരിക്കും അഗ്രികൾച്ചർ ലാൻഡാണ് ഈ ഭാഗം മുഴുവനും. അതാണ് ഞാൻ പറഞ്ഞ ബാക്ക്വേർഡ് ക്ലാസ്സും ട്രൈബൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ബോർഡറും കൂടാണ്. നേപ്പാളിൻ്റെ ബോർഡർ, ബംഗ്ലാദേശിൻ്റെ ബോർഡർ, ഭൂട്ടാൻ്റെ ബോർഡർ, കുറച്ചങ്ങോട്ട് മാറിയ ചൈനയുടെ ബോർഡർ. ഞാൻ ഈ പ്രദേശത്തിൻ്റെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അത്രമാത്രം ബാക്ക്വേർഡ് ഏറിയാണിത്. കാരണം പാർട്ടി ഭരിച്ച് നശിപ്പിച്ച സ്ഥലം. അവിടുത്തെ ഉരുവപ്പെട്ട എല്ലാ സഖാക്കളും ഹൈലി കറപ്റ്റഡുമാരും. കാരണം പാർട്ടി ഭരണം വലിയ കറപ്റ്റഡായിട്ട് പോയ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ സമയത്ത് പൊളിറ്റിക്കൽ വയലൻസും കൊലപാതകവും നടന്ന സ്ഥലം. അവിടെയാണ് ആ പാർട്ടി നാശമായിട്ട് അവസാനം BJP ആണ് ഇവർക്ക് പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ പാർട്ടി. ഇവിടെ ഈ കൽക്കട്ടയിലൊക്കെ പ്രകടനം നടത്തുമ്പോൾ ഈ SUCI ഏത് പാർട്ടിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. ഇനി ലാസ്റ്റ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ലാസ്റ്റ് പഞ്ചായത്ത് ഇലക്ഷനിൽ പലയിടത്തായത് ഏകദേശം വലിയൊരു ഭാഗം പഞ്ചായത്തിലും മത്സരിച്ചിട്ടില്ല CP. എൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അവർക്ക് ആ നോമിനേഷൻ പേപ്പർ കൊണ്ട് കൊടുക്കാൻ പേടിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് BJP ആണ് പലയിടത്തും ഇവർക്ക് നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്ഷൻ പോയത്. ആ പാർട്ടിയാണ് ഇന്നത്തെ CPM എന്ന് പറഞ്ഞ പാർട്ടി. ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവ് ഉൾപ്പെടെ വേണം തരാം. ഇന്നും ഇതൊക്കെ തന്നെയാണ്. CPM ജന്മത്തിൽ അടുത്ത 100 വർഷത്തേക്ക് അവിടെ ഒരു പുല്ലും ഉണ്ടാക്കാൻ പോകുന്നില്ല. TMC അപ്പുറത്ത് ഓപ്പോസിഷനായിട്ട് BJP കയറി വരുന്നു. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇനി ഏറ്റവും വലിയ തമാശ, CPM ചില സ്റ്റേറ്റ് നേതാക്കൾക്ക് റിയാലിറ്റി വേറെ, ഞാൻ അടുത്ത വീഡിയോക്കത്തോടെ പേര് ഉൾപ്പെടെ പറയാം, അവർക്ക് സ്വന്തമായിട്ട് നടക്കാൻ പേടിയാ. കൽക്കട്ടയിൽ കൂടെ എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നീട് മമത CPM-ആയിട്ടങ്ങ് അടുത്തു. കാരണം BJP ഒതുക്കാൻ വേണ്ടി. അപ്പോഴാണ് ഒരു ഫ്ലെക്സിബിലിറ്റി ഇവർക്ക് കിട്ടുന്നത്. CPM പല ലോയേഴ്സ് അവർക്ക് കോടതി പോകാൻ പേടിയും. ഇത് ഞാൻ തെളിവ് ഉൾപ്പെടെ പറയാം. കാരണം എനിക്ക് അവിടെ പല കേസുകളുണ്ട്. എനിക്ക് പറയാം, ലോയേഴ്സിനെ അറിയും. പല കോടതി പോയി അടി കൊടുക്കുന്നവർ. ആ സ്ഥിതിയിലാണ് CPM. ത്രിപുരയുടെ കാര്യം പറയേണ്ട, ചെറിയ സ്റ്റേറ്റ്, അവിടെ ഈ പാർട്ടി ഇല്ലാതായി. ഇനി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവരാണ് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് CPM സഖാക്കൾ, അടുത്ത പ്രാവശ്യം നിങ്ങൾ പാർട്ടി കോൺഗ്രസ് ഗാസയിൽ വെക്കണം. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാരൊന്നും കിട്ടത്തില്ല എവിടെയും. കേരളത്തിലെ മുക്കിനും മൂലയ്ക്കുമൊക്കെ ആൾക്കാരുണ്ട്. അടുത്ത ഒരു 3-4 വർഷം കൂടി ഈ സാധനം ഇല്ലാതാവും. കേരളത്തിൽ ബംഗാൾ പോലെ ആകും. കാരണം അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പൊതിച്ചോറുമായിട്ട് കിടക്കുന്ന BJP ഈ CPM DYFI-കാരല്ലേ, അവർക്ക് കഴിഞ്ഞ 9 വർഷമായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം സ്ഥിരം വെട്ടും കുത്തും തടയിലും ബഹളവും ഇടിയും സമരവും നടത്തി അവസാനം പൊതിച്ചോറെന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചേക്കുക. ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് ഗാസയിലെ ഹമാസിൻ്റെ പോരാളികളാക്കണം. കാരണം അവൻ്റെ ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബോംബും തോക്കുമൊന്നും കണ്ടിട്ടില്ല. ഈ വെട്ടുകത്തിയും കത്തിയും ഈ സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ. കാരണം പോരാളികളാക്കുക. കാരണം അവർക്കൊരു തൊഴിലാണ്. ഇത് എൻ്റെ സജഷനാണ് ബേസിക്കലി. പിന്നെ അതിനകത്ത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രാജി, പുള്ളി എൻ്റെ ഒരു ചെറിയ സുഹൃത്താണ്. അപ്പം അദ്ദേഹം ആ തൊപ്പിയോ കെട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ മസൂദ് അസറിൻ്റെ സെയിം ഫേസ് കട്ടായിട്ട് എനിക്ക് തോന്നുന്നു.
MA ബേബി ആ കെട്ടൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഹഫീസ് സെയ്ദിനെ പോലെ എനിക്ക് തോന്നിയത്. പിണറായി വിജയനത്തെ തലയെ കെട്ടുമൊന്നും കെട്ടിയില്ല, പക്ഷെ അത് കെട്ടിയിരുന്നെങ്കിൽ സംഭവം ഇത് അബ്ദുള്ള പോലെ ആയിപ്പോയത്. ഇത് ഞാൻ തമാശന് പറയുകയല്ല, വളരെ സീരിയസ് ആയിട്ട്. കാരണം നിങ്ങൾ കേരളത്തെ നശിപ്പിച്ചു എല്ലാ രീതിയിലും. കപടതയും കള്ളത്തരങ്ങളും മാത്രം പറഞ്ഞ് വലിയൊരു വിഭാഗം ജനതയെ നാശമാക്കി. കേരളത്തിലെ വ്യവസായം തകർത്തു, എഡ്യൂക്കേഷൻ തകർത്തു, ജനങ്ങളെ തകർത്തു, ഈ ദേശത്തെ തകർത്തു. കുറച്ച് ആൾക്കാരന്മാർ നേതാക്കന്മാരായിട്ടുണ്ട്. ഇതിന് അറുതി വന്നേ മതിയാവത്തുള്ളൂ, അറുതി വന്നേ മതിയാവത്തുള്ളൂ. എത്രമാത്രം ഡ്രാമയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഇതൊക്കെ ഓരോന്നായിട്ട് പൊളിഞ്ഞു പോകും. അവസാനം ഈ പൂഴിക്കടകൻ എന്ന് പറയുന്ന പോലെയാണ് ഈ പാലസ്തീൻ അനുഭവമായിട്ട് കയറി വന്നിരിക്കുന്നത്. ഉറപ്പായിട്ട് ഇതിലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും. നിങ്ങൾ ആരെ അനുകൂലിച്ചേക്കുന്നത്? പാലസ്തീൻ. എന്തോ പാലസ്തീൻ്റെ അവിടുത്തെ പ്രധാന ഇഷ്യൂ എന്താണ് ഇഷ്യൂ? എന്നിട്ട് അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭീകരപ്രവർത്തനത്തെ ഇന്നും പാലസ്തീൻ തള്ളിക്കളഞ്ഞിട്ടില്ല. അതായത് ഒക്ടോബർ 8 നടന്ന അത്രയും പേരെ കൊന്നതിനെ പാലസ്തീൻ തള്ളിക്കളഞ്ഞിട്ടില്ല. അതിനെയാണ് നിങ്ങൾ അനുകൂലിച്ചേക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കിതിന് തിരിച്ചടി കിട്ടും. ഈ ഇന്ന് കാണിച്ച ഡ്രാമയ്ക്ക് തിരിച്ചടി. ചിലപ്പം ഇവിടുത്തെ മുസ്ലിം ആൾക്കാർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തേക്കും, പക്ഷെ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വലിയൊരു ഭാഗം കേരളത്തിലെ ഈഴവ, ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഒടുക്കളത്തെ പണി തരും. ഈ സംഭവം പണി തന്നിരിക്കും. അപ്പം അടുത്ത പ്രാവശ്യം എനിക്ക് പിണറായി വിജയനോടും CPM നേതാക്കളോടും, നിങ്ങൾ അമേരിക്കയിലല്ലേ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്? അവിടെ ഇതൊക്കെ കാണിച്ച ട്രീറ്റ്മെൻറ്റിന് പിണറായി വിജയൻ അവിടെ കിടക്കുന്ന സമയത്ത് ട്രംപിൻ്റെ ആൾക്കാർ TSA വന്ന് പൊക്കിയെടുത്തിട്ട് ഡീപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ലോകം കാണുന്നുണ്ട്. കാരണം അമേരിക്കയിൽ ആരൊക്കെയാണ് ഹമാസിനെയും പാലസ്തീനെയും പിന്തുണച്ച് അവരെയൊക്കെയാണ് ദൂരെ കളഞ്ഞു. ഇത് പല ആൾക്കാർക്കും, CPMക്കാർക്കും ഈ അമേരിക്കൻ വിസ അവിടെ പല ആവശ്യത്തിനും പോയി. ഈ രാജീവിൻ്റെ ഇവരുടെയൊക്കെ മക്കള് ഇത് അമേരിക്കയിലെ പഠിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്നത്. ഇത് അവരെ ബാധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം അതിനകത്തൊരു സീനിയർ ഒഫീഷ്യൽസ് നേരത്തെ എന്നോട് പറഞ്ഞിട്ട് ഇതുമായിട്ട് CPMമായിട്ട് ബന്ധപ്പെട്ടില്ല, ആരൊക്കെയാണ് ഇവരെ അനുകൂലിക്കുന്നത്, അതിനെപ്പറ്റി ഞങ്ങൾ ഫുൾ ഡേറ്റ എടുക്കും. പറ്റുവാണെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ ഗ്രീൻ കാർഡ് ക്യാൻസൽ ചെയ്ത് പുറത്താക്കും. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും പോകരുത്. അമേരിക്ക ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അവരുടെ ഏറ്റവും വലിയ അലയൻസ് പാർട്ട്ണറാണ് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ ആരെങ്കിലും ചലിച്ചാൽ അവൻ്റെ നടപടിയെടുക്കും. അത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന രാജ്യം. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. നമുക്കൊരു കാരണവശാലും ഇസ്രായേലിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ ഹമാസും ഗാസയും ടെററാണ്. ആ ടെറർ ഓർഗനൈസേഷനുമായിട്ട് എങ്ങനെ ഇന്ത്യക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും? അതിനെ സപ്പോർട്ട് ചെയ്ത CPMൻ്റെ അവസാനത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും ഇതും. കാരണം ഇനി നടക്കാൻ പോകുന്നത് വളരെ ഗാസയിലായിരിക്കും. ഇന്ത്യയെ വെച്ച് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇനിയും ഗാസയിലോട്ട്. ഓൾ ഐസ് ടു ഗാസ ഓ റഫ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.